ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. അപ്പൊ ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10 നമ്മൾ അള്ളാഹുവിനോട് കെഞ്ചിക്കരഞ്ഞു ചോദിക്കണം അള്ളാന്റെ റഹ്മത്ത്. ഒരു ലോക്കലാലിറ്റി ദുആ പോരാ, മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദ്വാരക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ മാസമാണല്ലോ വരുന്നിരിക്കുന്ന മാസം. ഖൽബറിഞ്ഞ് ദുആ ചെയ്യണം സഹോദരന്മാരെ. ദ്വാരക്കുന്ന ഒരാളെയും ഇഖ്ലാസോടെ ദ്വാരുന്ന ഒരാളെയും ദുആ അല്ലാഹു തട്ടിയിട്ടില്ല. ഏത് പ്രതിസന്ധിയിൽ അകപ്പെട്ട് എത്ര വിശ്വാസം പഴച്ച ആളാണെങ്കിലും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണല്ലോ. എന്നെ പടച്ച റബ്ബേ, എന്നെ പരിപാലിക്കുന്ന നാഥാ, എനിക്ക് ഭക്ഷണം തന്ന് വെള്ളം തന്ന് വായു തന്ന് എന്നെ തീറ്റിപ്പോറ്റുന്നവനെ, ഈ വിളിയൊക്കെ മടങ്ങുന്നത് ഏത് ഭാഷയിലായാലും ഒരുവനിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് അത് മടങ്ങുന്നത്. കാരണം അല്ലാഹു റിസ്ക് കൊടുക്കാത്ത ഒരാളും ഈ ലോകത്തില്ല, അല്ലാഹു തആല വെള്ളം കൊടുക്കാത്ത ഒരാളും ഈ ലോകത്തില്ല. അള്ളാഹുവിന്റെ വെള്ളമല്ലാത്ത സ്വന്തം വെള്ളം ആർക്കും തന്നെ ഇവിടെ ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് അള്ളാഹിനോട് ചോദിക്കുമ്പോ വളരെയധികം മനസ്സ് വെച്ച് ആ റഹ്മത്ത് ചോദിച്ചത് ഏറ്റുവാങ്ങുന്നവരാകണം. അതിനല്ലേ നമ്മൾ പ്രത്യേകം റഹ്മത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്നത്. എല്ലാ ഘട്ടങ്ങളിലും ആ പ്രാർത്ഥന നമ്മൾ പാലിക്കണം. വിശുദ്ധ റമളാനിൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഉത്തരം കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ റമളാനിലുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെ നമ്മൾ മുതലാക്കേണ്ടതുണ്ട്. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന നേരത്ത് ആദ്യം എന്താണോ ചോദിക്കുന്നത്, ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അത്തായം കഴിച്ചിരിക്കുന്നവൻ ചോദിക്കുന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട്. ഖുർആൻ ഓതി കഴിയുന്നവൻ ചോദിക്കുന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട്. ഖത്മു തീർത്തിരിക്കുന്നവൻ ചോദിക്കുന്ന ചോദ്യത്തിനും ഇജാബത്തുണ്ട്. ഇങ്ങനെ 100 കൂട്ടം നല്ല അവസരങ്ങൾ വരുന്ന ഒരു സംഗമകാലമാണ് വിശുദ്ധ റമളാനിന്റെ കാലം. നമ്മളത് ലാഘവത്തോടെ കാണരുത്. അതിന്റെ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവ്വലുഹു റഹ്മത്തുൻ, ആ മാസത്തിൽ ആദ്യത്തെ 10 ദിനം റഹ്മത്തിന്റെ 10 അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് ചോദിച്ചു വാങ്ങേണ്ട 10. അള്ളാഹു തആലയോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു തആല തട്ടാത്ത രീതിയിൽ അള്ളാഹു റഹ്മാനാണെന്ന നിലക്ക് ചോദിച്ചുകൊണ്ട് നമ്മൾ ഉത്തരം വാങ്ങണം. ചോദിക്കുന്നിടത്ത് കൽബ് തുറന്ന് ചോദിക്കണം. അപ്പോൾ ആ ചോദ്യം കൊണ്ട് കിട്ടണം എന്ന് വെച്ച് ചോദിക്കുമ്പോ എല്ലാ ചോദ്യം അങ്ങനെയാണ്. കിട്ടണം എന്നുള്ള നീയത്തോടുകൂടെ ചോദിക്കുമ്പോ ഒരു ചോദ്യം അല്ലാഹു തആല തട്ടും. ചിലപ്പോ കുറച്ചങ്ങോട്ട് താമസം ഉണ്ടാകും, അത്രേ ഉള്ളൂ. അത് അത്രയും തോനെ ചോദിക്കാനാണ്. തോനെ ചോദിക്കുമ്പോ അല്ലാഹു തആലക്ക് ഇത് ചോദിച്ചതിനേക്കാളും അപ്പുറം തരാനായിരിക്കും ഒരു പക്ഷേ തോനെ ചോദിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. കുറച്ച് തോനെ തരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി തോനെ ചോദിക്കട്ടെ എന്ന് അല്ലാഹു തആല നിശ്ചയിക്കാം. അപ്പൊ ഇയാള് ഇങ്ങനെ കേളപേക്ഷിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോ അല്ലാഹു തആലക്ക് അയാളെ ചോദ്യം വല്ലാത്ത ഇഷ്ടമാണ്. നമ്മളല്ലേ തോനെ ചോദിക്കുമ്പോ അല്ലെങ്കിൽ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ചോദിച്ചതിനെ ചോദിക്കുമ്പോ ഒരു വിഷമം നമ്മക്കല്ലേ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുലിഹീന ഫിദ്ദുആ, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ദുആയിൽ കീർത്തിക്കുന്ന ആളുകളെയാണ്. തരണം അല്ലാ, തന്നേ പറ്റൂ അല്ലാ, നീ തന്നേ തീരുവല്ല, നീ റഹ്മാനാണ്, എനിക്ക് നീ തന്നേ പറ്റൂ. ഈ ചോദ്യം അല്ലാഹു തആലക്ക് ഇഷ്ടാണ്. നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് കട്ടൻ ചായ കുടിച്ച് വീട്ടിലിരിക്കുമ്പോ ഒരു ടീം വന്നു നമ്മളെ വീട്ടിലേക്ക്. അവര് വന്നിട്ട് ഒരു മുറാദൊക്കെ പറഞ്ഞു. ശരി നോക്കാന്ന് പറഞ്ഞു. തൽക്കാലം ഒരു സലാം പറഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ വരാണ്. പടച്ചോനെ ആല് അറ്റങ്ങൾ ഇഞ്ഞും വരുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ പതുക്കെ വന്നിരിക്കാൻ തുടങ്ങി. ഓല് വന്ന് അതേ മുറാദ് പിന്നെ ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരാഴ്ച കൊണ്ട് എന്തെങ്കിലും തീരുമാനം പറയാന്ന് പറഞ്ഞപ്പോ ഒരാഴ്ച കണക്കാക്കി പിന്നെ ഓല് വന്നു. അപ്പൊ പിന്നെ നമ്മളെ അവസ്ഥ നേരത്തെ ഉള്ളതിൽ നിന്ന് മാറാൻ പോകുക. ഇപ്പൊ നിങ്ങൾ കണ്ടോ, 2 വട്ടം വന്ന് 3-ാം വട്ടം വരുമ്പോഴേക്ക് നമ്മുടെ അവസ്ഥ മാറില്ലേ? അല്ലാഹു ജല്ല ജലാലുഹു അങ്ങനെയല്ല. ചോദിക്കുന്ന ചോദ്യം കുറിക്ക് കൊള്ളുന്നതിനനുസരിച്ച് ഉത്തരം കൊടുക്കുന്നവനാണ്.
കാലങ്ങളോളം ചോദിച്ചിട്ടും നിരാശപ്പെടാതെ ചോദിച്ചതുകൊണ്ട് അമ്പിയാ മുർസലുകൾക്ക് അല്ലാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്, ഔലിയാക്കൾക്ക് അല്ലാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്, ഇബ്ലീസിന് വരെ അല്ലാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇബ്ലീസിനോട് അല്ലാഹു തആല പറഞ്ഞത് സ്വർഗ്ഗത്തുനിന്ന് പുറത്തു പോണം. വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, എന്റെ ശാപം നിനക്ക് 1 കൊല്ലം എന്നല്ല പറഞ്ഞത്, 2 കൊല്ലം എന്നല്ല പറഞ്ഞത്, ഇലാ യൗമിദ്ദീൻ, പുനരുദ്ധാരണ ദിവസം കഴിഞ്ഞ് ജസാഇന്റെ സമയം വരുന്നത് വരെ എന്റെ ലഅനത്താ നിനക്ക്. ആ ഇബ്ലീസ് അല്ലാഹുവോട് എന്താ ചോദിച്ചത്? റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, റബ്ബേ എനിക്ക് നീ താമസം തരണം, എനിക്ക് നീ ദീർഘായുസ് തരണം, പുനരുദ്ധാരണ ദിവസം വരെ എന്നെ നീ ഇവിടെ താമസിപ്പിക്കണം. അതിന്റെ അർത്ഥം മരിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. മരണ ഇബ്ലീസിനും പേടിയാ. പുനരുദ്ധാരണ ദിവസം വരെ എല്ലാരും ഖബറിന്ന് എണീറ്റ് വരുന്ന ദിവസം വരെ ഒരാളുടനെ പിന്നെ മരിക്കോ? ഇനി കൊടുക്കാൻ മരണം? ഖബറിന്ന് എണീറ്റ് വരുന്ന ദിവസം അതാണല്ലോ യൗമുൽ ബാസ്, പുനർജീവിതത്തിന്റെ ദിവസം. അന്ന് വരെ എനിക്കിവിടെ താമസം തരണം. ഇത്രയും വലിയ ചോദ്യം ചോദിക്കുന്നത് എത്ര നൂറ്റാണ്ടിന്റെ ചോദ്യം അത്? അല്ലാഹു തആല പറഞ്ഞോ, ഞാൻ എന്നെ പണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയല്ല, പോടാവിടുന്ന് പറഞ്ഞു അല്ലാഹ്. നിന്നോടൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മുടെ ചോദ്യം ഇഖ്ലാസോടുകൂടെ വരുന്നില്ല, അവിടെയാണ് വിഷയം. ചോദിക്കുന്നത് ഇഖ്ലാസോടെ ആണെങ്കിൽ ഇഖ്ലാസിന്റെ കട്ടിക്കനുസരിച്ച് 1 മതി. പക്ഷെ അതിനത് വേണം, ആ ആത്മാർത്ഥതയുടെ മുഖം വേണം. എന്നാ ഒരു പ്രശ്നമില്ല. കണ്ടില്ല നിങ്ങളെ ആറാബികളൊക്കെ അല്ലാഹു തആലയോട് ചോദിക്കുന്ന എത്ര ധൈര്യപ്പെട്ടുള്ള ചോദ്യമാണ്. സ്വഹാബത്ത് പറഞ്ഞു, ഒരു ദിവസം ഒരു ആറാബി നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറി. ആറാബികളൊന്നും അത്ര വലിയ പരിഷ്കാരമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളിപ്പോ പോയാൽ കാണാൻ ഒരു ബതുക്കൾ എന്നൊക്കെ പറഞ്ഞ അവർ സാധുക്കളാണ്. ഒരു നല്ല അധ്വാനിച്ച് മലമലൊക്കെ കയറി ആടിനെ ഒട്ടകത്തൊക്കെ മേച്ച് കാരക്കൊക്കെ പറിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ. നിസ്കാരമൊക്കെ ഉണ്ട്, നോമ്പൊക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവരങ്ങനെ നഗരവാസികളെ പോലെ അല്ല, ഒരു മാറ്റമുണ്ട്. ഒരാറാബി നിസ്കരിക്കാൻ വേണ്ടി കയറി പുറത്തൊരൊട്ടകത്തെ കെട്ടിവെച്ച് നിസ്കരിക്കാൻ കയറി. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ സ്വഹാബത്തൊക്കെ പറയാ, ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒട്ടകത്തെ കാണുന്നില്ല. ആറാബി മക്കളെ വിളിക്കല്ല, ആറാബി ഡയറക്റ്റ് ആയിട്ട് അള്ളാനെ വിളിക്കണേ. ആറാബി പറയുന്ന എന്താ? ഇലാഹി അദ്ദൈതു അമാനതക, എന്റെ ഇലാഹായ അല്ലാഹുവേ, നീ എന്നെ ഏൽപ്പിച്ച അമാനത്ത് ഉത്തരവാദിത്തമല്ലേ നിസ്കാരം, ഞാനത് നിർവഹിച്ചിട്ടല്ലേ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ നിസ്കരിക്കുമ്പോ എന്റെ അമാനത്തായിട്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ എന്റെ വാഹനം. ഫൈന അമാനത്തി, എന്റെ അമാനത്ത് എവിടെ അല്ലാഹ്? സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണ് അറാബിയുടെ ചോദ്യം കേട്ടിട്ട്. ചോദ്യം തീരുമ്പോഴേ കഥാ ഒട്ടകപ്പുറത്തൊരാള് വരുന്നു. അയാളെ കൈയിന്റെ കിണുപ്പിന്റെ ഭാഗത്ത് കഫിന്റെ ഭാഗം മുറിക്കപ്പെട്ടിട്ടുണ്ട്. അയാൾ കട്ടുകൊണ്ട് പോയതാണ്. ഒട്ടകവുമായിട്ട് അയാൾ ഉടനെ മുന്നിലെത്തി ക്ഷമാപണം നടത്തിയിട്ട് അയാൾ തിരിച്ചുപോയി. എത്ര കറക്റ്റങ്ങൾ നോക്കി. നിസ്കരിക്കുമ്പോ അപ്പോ ആ അറാബിന്റെ മനസ്സിലെന്താ? നിസ്കരിക്കുമ്പോ നിസ്കാരം. നമ്മളങ്ങനെ നമ്മൾ നിസ്കരിക്കുമ്പോ ഒരു പക്ഷെ 299 റുപ്യക്ക് വാങ്ങിയ ചെരുപ്പാണെങ്കിൽ അല്ലാഹു അക്ബർ, പടച്ചോനെ ചെരുപ്പ്. എന്നും കേക്ക് ഭാഗത്ത വെക്കൽ, ഇന്ന് വടക്ക് ഭാഗത്ത വെച്ച അത് ഇന്ന് പോയതന്നെ. മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. പിന്നെ ഇതെങ്ങനെ ശരിയാക? അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി നിർത്തി കാറിന്റെ കാറ്റാരോ ഒഴിച്ചോ എന്നുള്ള പേടിയാണ്. അങ്ങനെ ആകുമ്പോ അതിന്റെ മുറി കൂടില്ലല്ലോ. നിങ്ങൾ നോക്കി, ആറാബി നിസ്കാരം കഴിഞ്ഞപ്പോ വാഹനമല്ല. എന്താ വാഹനമില്ലാത്ത? വാഹനം അല്ല നോക്കണ്ടേ? അറാബി അങ്ങനെ വെക്കണം, വാഹനം അല്ലാത്തത് നോക്കുമല്ലോ. അപ്പൊ ആ ചോദ്യം ശരിക്കും ആത്മാർത്ഥതയിൽ ലയിച്ച ചോദ്യമായതുകൊണ്ട് ഉത്തരം കിട്ടാൻ മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല, ഉടനെ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇബ്ലീസിന്റെ ചോദ്യം കണ്ടില്ല നിങ്ങൾ? നല്ല ഖൗഫുള്ള ചോദ്യമാണ്. എന്താ ഇബ്ലീസ് ചോദിക്കുന്നത്? മരിക്കരുത് എന്നാ. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോ ഒരു മോശമല്ലേ? അതിനെങ്ങനെ ചോദിക്കുന്നു? റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാരണ ദിവസം വരെ എന്നെ നീ ഇവിടെ താമസിപ്പിക്കണേ അല്ലാഹ്.
റബ്ബി എന്നല്ലേ ഇബ്ലീസ് വിളിക്കുന്നത്. എന്താ റബ്ബി എന്നുള്ള വാക്കിന്റെ അർത്ഥം? അല്ലാഹ് എന്ന വാക്കിനേക്കാളും കൂടുതൽ ഒരർത്ഥം റബ്ബി എന്നതിലുണ്ട്. എന്റെ രക്ഷിതാവ് നീയാണ് എന്നൊരു സമ്മതം അതിലുണ്ട്. എന്നെ തീറ്റിപ്പോറ്റി സംരക്ഷിക്കുന്നവൻ നീയാണ്, എനിക്ക് വേണ്ട എല്ലാം തരുന്നവൻ നീയാണ്. ഇത് സമ്മതിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് റബ്ബി. ആ സമ്മതൊക്കെ സമ്മതിച്ചുകൊണ്ടാണ് റബ്ബേ പുനരുദ്ധാരണ ദിവസം വരെ എന്നെ നീ താമസിപ്പിക്കണേ എന്ന് ചോദിച്ചപ്പോ അള്ള കൊടുക്കുന്ന മറുപടി ഖാല ഇന്നക മിനൽ മുൻദരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. ഇത്രയും വലിയ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഇത്ര വലുതൊന്നും ചോദിക്കാൻ പാടില്ല, അതുകൊണ്ട് നീ നിന്റെ ചോദ്യം ശരിയല്ല എന്നുള്ള പറഞ്ഞില്ല. അള്ള ഉത്തരം കൊടുത്തു, ഇന്നക മിനൽ മുൻദരീൻ, ഇബ്ലീസേ നിനക്ക് താമസം തരാം, നിനക്ക് ദീർഘായുസ് തരാം. എത്ര കാലം വരെ തരാം? ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസത്തിലെ നിശ്ചയ സമയം വരെ. അതെപ്പോഴാ? ഒന്നാമത്തെ ഊത്ത് വരെ സമയം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര കൊല്ലത്തെ ദീർഘായുസ് ചോദിച്ചത്, എത്ര നൂറ്റാണ്ടത്താണ് ചോദിച്ചത്, എത്ര ആയിരമാണ്ടത്താണ് ചോദിച്ചത്. അപ്പൊ അല്ലാഹു തആലയോട് ചോദിക്കുന്ന ആൾക്കാർ വലുത് ചോദിക്കാൻ പേടിക്കണ്ട, അല്ലാഹു തആല തരും. ഇത്രയും അധികം ചോദിച്ചിട്ടും അല്ലാഹു തആല കൊടുത്ത് കുറഞ്ഞോ? വലുതല്ലേ കൊടുത്ത്. അപ്പൊ ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും ചോദിക്കണം, ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ പരിഗണിച്ച് ചോദിക്കണം. വിശുദ്ധ റമദാനാകുമ്പോൾ നന്നായി പരിഗണിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയത്തിലും കാന യജ്തഹിദു ഫീ റമദാന, റമദാനിൽ തങ്ങൾ അധ്വാനിച്ചിരുന്നു, പരിഗണിച്ചിരുന്നു, പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മറ്റു മാസങ്ങളിൽ പരിഗണിക്കാത്ത അത്രയും, അത് പ്രാർത്ഥനയാകട്ടെ, ദാനധർമ്മമാകട്ടെ, നിസ്കാരമാകട്ടെ, കുടുംബബന്ധം പുലർത്തലാകട്ടെ, നോമ്പ് തുറപ്പിക്കലാകട്ടെ, കുടുംബത്തിൽ ചെന്നിട്ട് രോഗികളെ കാണലാകട്ടെ, മറ്റു മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി കാന യജ്തഹിദു ഫീ റമദാൻ, റമദാനിൽ തങ്ങൾ കഠിനാധ്വാനം ചെയ്തിരുന്നു. അത് പുണ്യങ്ങളുടെ പൂക്കാലമായതുകൊണ്ട് ആ റമദാൻ മാസത്തിൽ കിട്ടുന്ന സവിശേഷമായ ബഹുമാനങ്ങളൊക്കെ കിട്ടണം. ഒന്നും കുറഞ്ഞു പോകരുത് എന്ന് കരുതിയിട്ടുള്ള അധ്വാനമാണത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിൽ 3 വിഷയങ്ങൾ പുരുഷന്മാരും 2 വിഷയങ്ങൾ സ്ത്രീകളും അധികരിപ്പിക്കണം. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ. നേരത്തെ ഓതിവെച്ച ഹദീസ് അവ്വലുഹു റഹ്മത്തുൻ, ആ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനം റഹ്മത്താണ്. നമ്മൾ അല്ലാഹുവോട് റഹ്മത്ത് ചോദിക്കണം. പടച്ചോനെ നിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം